السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അറിയുന്ന ചില ഹദീസുകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാനുള്ളത്. ഒരാളും ഉപകരിക്കാത്ത ഒരാൾക്കൊരാളെയും സഹായിക്കാൻ കഴിയാത്ത പരലോകത്ത് ചെയ്യുന്ന നന്മകളും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടും സ്വർഗലോകം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ചില വിഭാഗങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന താക്കീതുണ്ട്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സലാസ, 3 വിഭാഗം ആളുകൾ പരലോകത്ത് 3 തെറ്റുകളാണ് ഈ ടീം ചെയ്തത്. ആ വിഭാഗത്തെക്കുറിച്ച് പറയുന്നു, ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഈ 3 വിഭാഗത്തിൽ അല്ലാഹു തആല 4 ശിക്ഷകളാണ് നൽകുന്നത്. അതിലൊന്ന് ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു തആല ഒന്നും ഒരാളോട് സംസാരിക്കാത്തതാണ്. അത് അത്രയും ഗൗരവമേറിയ വിഷയമാണ്. അള്ളാഹു അവരെ അപമാനിക്കുന്നു. അതേപോലെ തന്നെ ഇസ്തിഹാനത്തുൻ ബിഹിം വഗദബൻ അലൈഹിം, അവരോട് പടച്ചോനിക്കുള്ള ദേഷ്യമാണ് അത് അറിയിക്കുന്നത്. ഒരു അക്ഷരം അല്ലാഹു തആല മിണ്ടുന്നുമില്ല. ഈ ശിക്ഷ അവർ ചെയ്യാനുള്ള ചില തെറ്റുകളാണ് ഒന്നാമത് സൂചിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരെ ഒരു നോട്ടം പോലും നോക്കുന്നില്ല. ഫലാ യൻദുറുല്ലാഹു ഇലൈഹിം നദറത റഹിമ, പഠിച്ചോൻ എന്തെങ്കിലും ഒരു കരുണ അവർക്ക് കിട്ടണമെങ്കിൽ അള്ളാഹ് അവരെ ഒന്ന് നോക്കണ്ടേ, ആ നോട്ടം പോലുമില്ല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു തആല പരിശുദ്ധപ്പെടുത്തുന്നില്ല. ഐ ലാ യുതഹിറുഹും വലാ യഗ്സിലുഹും മിൻ ദുനൂബിഹിം വദിനാഅതിഹിം, അള്ളാഹു അവരെ ഒന്ന് ശുദ്ധിയാക്കി അവരെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാത്ത ശിക്ഷ. 4-മത്തേത് വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണ്. അദാബ് എന്നല്ല, അദാബുൻ അലീം, അതികഠിനമായ ശിക്ഷ അല്ലാഹു തആല അവർക്ക് നൽകുന്നു. പടച്ചവൻ്റെ ഒരു നോട്ടമില്ലാത്ത, അള്ളാഹിൻ്റെ ഒരു പരിഗണനയില്ലാത്ത, അള്ളാഹ് ഒരു അക്ഷരം മിണ്ടാതെ ദേഷ്യം ആ നിലക്ക് പ്രകടിപ്പിക്കുന്ന കഠിനമായ ശിക്ഷ കിട്ടുന്ന ഈ വിഭാഗം 3 ആളുകളാണ്, അല്ലെങ്കിൽ 3 ടീമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഖാബു വഖസിറു മൻ ഹും, റസൂലേ, നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഈ 3 വിഭാഗം, ആകെ നശിച്ചല്ലോ, പിന്നൊരു ഉപകാരമില്ലല്ലോ, ഇതാരാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായിട്ട് എണ്ണുകയാണ് അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകളാണ് പുരുഷന്മാർ. സ്ത്രീകളെ കുറിച്ചല്ല, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു പരലോകത്ത് അവരോട് ചെയ്യുന്നത് നോക്കില്ല, പരിഗണിക്കില്ല, സംസാരിക്കില്ല, വേദനയേറിയ ശിക്ഷ. അത്രയും കഠിനമായ ഒരു ഗൗരവമുള്ള ഒന്നായിട്ടാണ് വസ്ത്രം നിലത്തേക്ക് വലിച്ചിഴക്കുന്നത്. പ്രത്യേകിച്ച് പുരുഷന്മാർ ആ വിഷയത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്.
കാരണം ഹദീസുകളിലൊക്കെ കാണാം, ഇസ്റത്തുൽ മുസ്ലിം, ഒരു മുസ്ലിമായ ഒരാണിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത്, ആ ഒരാണിൻ്റെ വസ്ത്രം അവൻ്റെ മുട്ടുകാലിൻ്റെയും അവൻ്റെ നെരിയാണിയുടെയും മധ്യത്തിലാണ് ഒരാണിൻ്റെ വസ്ത്രം. എന്നിട്ട് പറയാണ് ഫലാ ഹറജ്, കുഴപ്പമില്ല, ഇല ആ സാത്ത് വരെ അഥവാ അവൻ്റെ നെരിയാണി വരെ അത് താഴുന്നതിന് കുഴപ്പമില്ല. എന്നിട്ടാ പറഞ്ഞത് മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, അതിന് താഴേക്കുള്ളത് നരകത്തിലാണ്. അവിടെയല്ല വസ്ത്രം, മുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും നെരിയാണിയുടെയും മധ്യത്തിലാണ്. ആ മധ്യത്തിലുള്ള വസ്ത്രം ഒരിത്തിരി താഴെ പ്രശ്നമില്ല, ഒരിത്തിരി താണാൽ കുഴപ്പമില്ല, ഒരിത്തിരി താണാൽ കുഴപ്പമില്ല. ഏതുവരെ? അതിൻ്റെ അവസാനം നെരിയാണിയായിരിക്കണം. നെരിയാണിയല്ല സ്റ്റാർട്ടിങ് പറഞ്ഞത്, അവസാനത്തത് നെരിയാണിയായിരിക്കണം. എന്നിട്ട് പറയുന്നു മാസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, നെരിയാണിക്ക് താഴെ പോകുന്നത് നരകത്തിലാണ്. വേറെ ഹദീസിൽ കാണാം അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്നു, അല്ലെ, മൻ ജറ ഥൗബഹു ഖുയല, ആരെങ്കിലും കിബറോടുകൂടി ഇതൊക്കെ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും വസ്ത്രം താഴ്ത്തി ഉടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അള്ളാഹു ആ വ്യക്തിയെ പരിഗണിക്കുന്ന പോലുമില്ല, നരകത്തിലായിരിക്കും. ഈ ഹദീസൊക്കെ ചിലരൊക്കെ വിശദീകരിക്കുന്നത് കാണാം, കിബറോടുകൂടി എന്ന് പറഞ്ഞല്ലോ, കിബർ ഇല്ലാതെ താഴ്ത്തിയ കുഴപ്പമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട്. അതിനെ ആദ്യം കൽപ്പിച്ചത് നെരിയാണിക്ക് താഴെ പോകുന്നത് നരകത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ആ സത്യം അറിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ തന്നെ അളവ് കൊടുത്തെങ്കിലോ സ്വാഭാവികമാണ്. ഒരുത്ത നെരിയാണിക്ക് നേരെ വസ്ത്രം ധരിച്ചു, അവന്റെ നടത്തത്തിൽ അവന്റെ ശരീരത്തിന്റെ പ്രകൃതത്തിൽ ഒരുപക്ഷെ താഴെ പോകുന്നു, ആ പോകുമ്പോഴത്തേക്ക് അവൻ കയറ്റി കൊടുക്കുന്നത് വേറെ വിഷയമാണ്. വസ്ത്രം ഉടുക്കുന്ന തന്നെ അതിന്റെ അളവ് തന്നെ നെരിയാണിക്ക് താഴെയാണ്. അതിന് പ്രത്യേകിച്ചൊരു കിബറിന്റെ നീയത്ത് വേറെ വെക്കേണ്ടതില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവന്റെ ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ്സിൽ അദ്ദേഹത്തോട് പറയുന്നത്, ഇയാഖ്, നീ സൂക്ഷിക്കണം, നീ ഒഴിവാക്കണം, അൽ ഇസ്ബാൽ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകുന്നത്, ഇസ്ബാൽ മിനൽ ഇസാർ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകുന്നത് എപ്പോഴും നീ സൂക്ഷിക്കണേ. ഫഇന്നഹാ മിനൽ മഖീല, അത് കിബറിൽ പെട്ടതാട്ടോ. ആദ്യ റസൂലുള്ള പറയാണ്, കിബറോട് കൂടി പോയാലേ എന്നൊക്കെ പറയുന്നവരോട് റസൂലുള്ള പറഞ്ഞത്, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകുന്നത് തന്നെ ഒരു അഹങ്കാരമാണ്. അത് മലാബിസ്നവും ഉറക്കിന്റെ ഡ്രസ്സാണെങ്കിലും ശരി, നമ്മുടെ വീട്ടിലൊക്കെ ലുങ്കി മുണ്ടുടുത്ത ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ആണുങ്ങൾക്കുള്ള പാൻസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആണിന്റെ വസ്ത്രത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഒരു കാഴ്ചപ്പാടുണ്ട്. സഹാബ വനിതകളെ ചോദിക്കുന്നുണ്ട്, അപ്പൊ നമ്മളോ? അവരോട് പറഞ്ഞു, നെരിയാണിക്ക് താഴെ ഒരു ഷിബർ, ഒരിത്തിരി നിങ്ങൾ താഴ്ത്തുക. അപ്പൊ കാല് വെളിവാകും, ഒരിത്തിരി കൂടി താഴ്ത്തുക, അഥവാ നിലത്ത് തട്ടുന്ന ആ രീതിയിൽ. പെണ്ണിന്റെ കാലും കാൽ വിരലുകളും കാൽ നഖങ്ങളും ഒക്കെ ഔറത്ത, അത് ഒരു അന്യപുരുഷന് കാണരുത്. പക്ഷെ ഇന്ന് വിരോധാഭാസം എന്ന് പറയട്ടെ, പെണ്ണ് ധരിക്കുന്ന പാൻറ്, ചുരിദാറ്, അത് ശരിക്കും ഇന്നിപ്പോ 2024 നെരിയാണിക്ക് മുകളിലായി, അല്ലെ? നെരിയാണിക്ക് മുകളിൽ ആ പാൻറ് അവസാനിക്കും. ആണിനെ പോലെ വലിയ ലൂസുള്ള ഷർട്ട് അവൾ ഇടുന്നുണ്ട്, ആ നിലക്കിട്ട് നെരിയാണിക്ക് മുകളിൽ പാൻറ് അവസാനിക്കുന്നു, ഹാഫ് സോക്സ് ഇട്ടിട്ട് ഒരു ഷൂട്ട് അവൾ ധരിക്കുന്നു. പെണ്ണിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ എത്തണം, അല്ലെ? ആ നിലയിലേക്ക് റസൂൽ അത് പഠിപ്പിക്കുന്നുണ്ട്. പെണ്ണും ആണും നേരെ ഓപ്പോസിറ്റിലായി. തലയിൽ തൊപ്പിയുണ്ട് ആണിന്റെ, കൈ ഫുൾ കൈയാണ്, അല്ലെ? മുൻകൈ മാത്രമേ കാണുന്നുള്ളൂ, മുഖം മാത്രമേ കാണുന്നുള്ളൂ, പാൻറ് നിലത്ത് വരെയുണ്ട്, ഉള്ളിൽ സോക്സ് ഉണ്ട്, ഷൂ ഉണ്ട്. ആണിന്റെ എല്ലാ ഭാഗവും ക്ലിയർ, എല്ലാം മറിച്ചിട്ടാണ് നടക്കുന്നത്. കൂടെ ഉണ്ടാകുന്ന പെണ്ണോ, നമ്മുടെ പെൺകുട്ടികൾ, അത് പ്രായപൂർത്തി എത്തിയിട്ടും സ്കൂള് കോളേജിലൊക്കെ പോകുമ്പോഴും ഒക്കെ പ്രിയപ്പെട്ടവരെ, വസ്ത്രത്തിന്റെ വിഷയത്തിൽ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ ഒരു നോട്ടം പോലും കിട്ടാത്ത ഒരു തെറ്റാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ നിലയിൽ ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തേത് എണ്ണിയത് ഈ ആ നിലക്കൽ മുസ്ബിൽ എന്നുള്ളതാണ്.
രണ്ടാമത്തേത് റസൂൽ പറയുന്നു വൽ മന്നാൻ, നമുക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും സൂക്ഷിക്കുക. മന്നാൻ എന്ന് പറയുന്നത് കൊടുത്തത് എടുത്തു പറയുന്ന ആളുകളാണ്. അല്ലദീ യമുന്നു ബിൽ അതാഇ ബഅദ അൻ യുഅതി, കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് മാർക്കാണത്. ചെയ്തു കഴിഞ്ഞാൽ ഇബ്ലീസ് അത് കൊളാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം വൽമന്നു ഫിൽ അതിയ്യ ഹുവ തഫാദുൽ വത്തആലി അൽ ആഖിർ, അതിങ്ങനെ കൊടുത്തിട്ട് ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, ഹദിയായിരിക്കാം, സ്വതക്കയായിരിക്കാം, അത് കൊടുത്തിട്ട് ആർക്കാണോ നൽകിയത് അവന്റെ മേൽ എന്തോ ഒന്നുള്ളത് പോലെ അവരിങ്ങനെ തോന്നും. അത് സംഘങ്ങളും സംഘടനകളും വ്യക്തികളും ആര് കൊടുത്തു കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ ആ ഒരു ചിന്ത വരും. അത് അവന്റെ അടുക്കലേക്ക് മിനത്തകബ്ബുർ, ഒരു കിബർ വരുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത് ആ ഭാഗം കൊടുത്തിട്ടോ നൽകിയോ അവിടെ നിൽക്കേണ്ടതില്ല. സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സ്വദഖാതികും, നിങ്ങൾ നൽകിയ ദാനങ്ങളെ നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ, ബിൽ മന്നി, അതിങ്ങനെ എടുത്തു പറഞ്ഞിട്ട്. നമ്മൾ ചെയ്തത് ഇങ്ങനെ എടുത്തു പറയണ്ട. നീ ചെയ്തില്ല, അത് മാറിപ്പോയിക്കും. നീ അയാളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ കിട്ടാൻ വേണ്ടി തന്നെയാണോ? അദ്ദേഹം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, ജസാക്കല്ലാഹ് ഖൈറൽ ജസാ, അല്ലെങ്കിൽ ജസാക്കുമുല്ലാഹ് ഖൈറ. അയാൾ അതിനും വലുത് എന്താ നിന്നോട് പറയേണ്ടത്? നീ എന്നെ സഹായിച്ചതിന് പകരമായിട്ട് പടച്ചോ നിനക്ക് ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ, ഏറ്റവും നല്ല കൂലി പടച്ചോ നിനക്ക് നൽകട്ടെ. അതല്ലേ വേണ്ടത്. അയാൾ നിന്നോട് ഇങ്ങനെ നിന്നെ കാണുമ്പോൾ തല താഴ്ത്തണോ? നിന്നെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണോ? ആ നിലയിലേക്ക് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ കൊടുക്കണ്ട. ആ സ്വതക്ക ബാത്തിലാക്കരുത് എന്ന് റസൂൽ പറയുന്നു. വൽ അദാ, അയാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുക. ഒരുത്തരെ നമ്മൾ എന്തെങ്കിലും ദാനം നൽകിയിട്ടോ ഒരുത്തർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടോ ആ വ്യക്തിയോട് പിന്നെ അതിന്റെ പേര് ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുക. അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അയാളെ കൊണ്ട് നമ്മുടെ റൂം ക്ലീൻ ചെയ്യിപ്പിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ കാണാം അല്ലേ, അപ്പുറത്തെ പാവപ്പെട്ട വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന്റെ കുറച്ച് ഫുഡ് കൊടുത്തതിന്റെ പേരിലോ പഴയ കുറച്ച് വസ്ത്രം കൊടുത്തതിന്റെ പേരിലോ ആ വീട്ടിലത്തെ കുട്ടികളെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കുന്നത്. അത് ആധുനിക കാലത്ത് ആധുനിക മോഡലിൽ ആ ചൂഷണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാരാണെങ്കിലും ശരി, നമ്മുടെ സ്വതക്കയോ നമ്മൾ നൽകുന്ന ഗിഫ്റ്റോ അതൊക്കെ ബാത്തിലായി പോകുന്ന കാര്യമാണ്. ഒരു വിഷയത്തിൽ നമ്മുടെ ടീം, നമ്മുടെ കുടുംബ സംഘമാകട്ടെ, നമ്മുടെ സംഘടനയാകട്ടെ, ആരും ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ ഒരു വ്യക്തിയെ സഹായിച്ചത് അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ ചോദിക്കുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ നിലയിൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നെ സഹായിച്ചത് അള്ളാന്റെ കൂലിക്ക് വേണ്ടിയിട്ടാണോ? അതല്ല, നിങ്ങൾ പറയുന്ന രീതിയിലൊക്കെ പലതും ചെയ്യേണ്ടി വന്നിട്ടാണോ എന്നൊക്കെ. എന്ത് നൽകിക്കഴിഞ്ഞാലും അത് റബ്ബിന്റെ കൂലി മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഇതെല്ലാവരും പഠിച്ചു വെച്ചോ. എടുത്തു പറയുന്ന സ്വഭാവമുള്ള ആളുകൾ. നമ്മൾ ആർക്ക് നല്ലൊരു വാക്ക് കൊണ്ട് ഉപദേശം കൊടുത്താലും, നമ്മളൊരു പ്രശ്നങ്ങൾ തീർത്തു കഴിഞ്ഞാലും, നമ്മൾ എന്ത് നന്മകൾ ചെയ്താലും, ഗിഫ്റ്റ് കൊടുത്താലും, സ്വതക്കയും സക്കാത്തും കൊടുത്താലും, ലാ നുരീദു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല ജസാഅൻ, ഒരു കൂലിയും ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളൊന്ന് തിരിച്ചു തരണ്ടോ. വലാ ശക്കൂറ, രണ്ടാമത്തതാ, ഒന്നും കൂടി നോക്ക്, വലാ ശക്കൂറ, ഒരു താങ്ക്സ്, ഒരു നന്ദി വാക്ക് പോലും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്കും വേണ്ടി ദുആ ചെയ്യണേ, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ, അല്ലാഹ് എനിക്കും തരട്ടെ, ഇനിയും തരട്ടെ, ഇനിയും പിന്നെ നിങ്ങൾക്ക് തരാലോ, ഇതൊന്നും വേണ്ട. കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ നിലപാട് നിങ്ങളിൽ നിന്നൊരു പ്രതിഫലം, പകരമായിട്ടൊരു പ്രതിഫലമോ പകരമായിട്ടൊരു നന്ദി വാക്കോ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഗൗരവം നിങ്ങൾ നോക്ക്. പടച്ചോന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും ഇല്ലാതെ, ഒരക്ഷരം പടച്ചോൻ മിണ്ടാത്ത ആളുകൾ ഭീകരമായ നിലക്ക് അള്ളാഹ് ശിക്ഷിക്കുന്ന ഒരു വിഭാഗം നൽകിയത് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കല. ഞങ്ങളെങ്ങനെ ചെയ്തു,
ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അത്രയാക്കി, നിങ്ങൾ ഇത്രയാക്കി, അല്ലെ? ഈ രീതിയിൽ സുഹൃത്തുക്കളെ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകരുത്. ഒന്ന് അൽ മുസ്ബിൽ, രണ്ട് വൽ മന്നാൻ, മൂന്നാമത്തേത് വൽ മുൻഫിഖ്, കച്ചവടക്കാരനാണ്, ചെലവഴിക്കുന്ന വ്യക്തിയാണ്. അവൻ സിൽഅതുഹു ബിൽ ഹലിഫിൽ കദിബ്, കള്ളത്തരത്തിന് സത്യം ചെയ്തിട്ട് അവന്റെ കച്ചവട ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുക. ഈ ആളുകളോടാണ് അള്ളാഹു ഈ നിരക്കുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. നല്ല കച്ചവടക്കാരനാണ്. റസൂൽ എപ്പോഴും പറയുന്നുണ്ട്, ഇയ്യാക്കും വൽ ഹലിഫ്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കച്ചവടത്തിലും അല്ലാത്ത നേരത്തും സത്യം ചെയ്യൽ ഒഴിവാക്കണേ. എപ്പോഴും അള്ളാഹു പറയാം, എപ്പോഴും സത്യം ഇടുക, അത് നിങ്ങൾ സൂക്ഷിക്കണേ. അങ്ങനെ സത്യമായിട്ട് കച്ചവടം ചെയ്താൽ നിങ്ങൾ കച്ചവടത്തിന്റെ ഉൽപ്പന്നങ്ങൾ തീരും, ശരിയാണ്. പക്ഷേ ബർക്കത്ത് ആ കച്ചവടത്തിൽ ഉണ്ടാകൂല. കുറേ സാധനങ്ങൾ വിറ്റ് കാണാം, നീ കണക്കെടുത്ത് നോക്കുമ്പോൾ നല്ല ലാഭങ്ങളൊക്കെ കാണാം. എവിടെ പോയി ആ പൈസ ഒക്കെ? ഒരു ഉപകാരവും നിനക്ക് ഉണ്ടായിട്ടില്ലല്ലോ, നിനക്കത് ഉപകരിക്കുന്നില്ലല്ലോ. നീ എത്ര കൊല്ലായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു, ഓരോ മാസത്തെ സാലറി ഇത്രയുണ്ട്, ശരാശരി നിനക്ക് ഇത്ര ചെലവേ വരുന്നുള്ളൂ, നിനക്ക് വേറൊന്നും ഉണ്ടായിട്ടില്ല. നിന്റെ കാശ് എവിടെ? നിന്റെ ആ പണം എവിടെ? ഓരോന്നിനും ഒരു ഉപകാരം, എന്നിട്ടും നീ കടത്തുനിന്ന് രക്ഷപ്പെടുന്നില്ല, എന്നിട്ട് നിനക്ക് വീട്ടിലേക്ക് തികയുന്നില്ല, എന്നിട്ട് നിനക്ക് ഒന്നിനും പറ്റുന്നില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ നീ സക്കാത്ത് കൊടുത്തിട്ടില്ല. ഒരു അള്ളാഹുവിന്റെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഒരു ജാരിയത്തായ സ്വതക്ക നീ നൽകിയിട്ടില്ല. എപ്പോഴും ഇല്ല 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 എന്ന് നീ പറഞ്ഞത് എവിടെ? അതൊക്കെ ഇത്രയൊക്കെ നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. ഈ നിലയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. റസൂൽ പറയാ, കള്ളസത്യം ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ഉള്ളത് പറയാ, മറച്ചു വെക്കുക. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു സൂക്കിലൂടെ അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ ഒരു പഴക്കച്ചവടക്കാരനെ കണ്ടു. അള്ളാഹുവിന്റെ റസൂല് കാണുകയാണ്. പിന്നെ അവിടെ ബലൽ, ഒരു നനവ് പറ്റിയത് കാണുന്നുണ്ട്. ഇപ്പൊ റസൂൽ അദ്ദേഹത്തിന്റെ കൈ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. കൈ ഇങ്ങനെ നനഞ്ഞു, പുറത്തൊന്നും കുഴപ്പമില്ല, എനിക്കെന്തോ തോന്നി, ഉള്ളിൽ കൈയിട്ടു, നനവ് പറ്റി. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാഹാദ യാ സ്വാഹിബത്താഴം, ഈ ഭക്ഷണം വിൽക്കുന്ന, ഈ ഫ്രൂട്ട്സ് വിൽക്കുന്ന പഴക്കച്ചവടക്കാരാ, ഇതെന്താ ഇങ്ങനെ കൈ നനയുന്നുണ്ടല്ലോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹം പറയാണ്, നബിയേ അസ്വാബത്തുഹു ബലലുൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് മഴ ബാധിച്ചതാണ്, മഴവെള്ളം വീണപ്പോ അതിങ്ങനെ ബാധിച്ചതാണ്. അപ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, അഫലാ ജഅൽതഹു ഫൗഖ ത്വഅം, ഈ നനവ് പറ്റിയത് നിനക്ക് മുകളിൽ വെച്ചൂടെ? എന്തേ മുകളിൽ ഡ്രൈ ആയത് വെച്ചത്? ആരും അറിയാത്ത രീതിയിൽ ഇതല്ലേ നീ കച്ചവടം പറ്റിച്ചുകൊണ്ട് ചെയ്യുന്നത്? എന്നിട്ട് റസൂൽ പറയുന്നുണ്ട്, മൻ ഗശ്ശ ഫലൈസ മിന്നാ, ചതി കാണിക്കുന്ന നമ്മളിൽ പെട്ടവനല്ലട്ടോ. ഇതേ രീതിയിലാണ് ഞാൻ കേൾപ്പിച്ച ഹദീസും. എന്തിനാ നീ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തത്? ഓനെ ചതിക്കാനാ, ഓനെ പറ്റിക്കാനാ. നിന്റെ ഉപയോഗിച്ച നിന്റെ വണ്ടിയാകട്ടെ, നിന്റെ വീട്ടുപകരണങ്ങളാകട്ടെ, ഇലക്ട്രോണിക് ഉപകരണങ്ങളാകട്ടെ, മൊബൈൽ ഫോണാകട്ടെ, നീ എന്തെങ്കിലും ഒരാൾക്ക് നിന്റെ സാധനം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു 50 റിയാലോ 100 റിയാലിൻ്റെ ഒക്കെ ലാഭമാണ് ഈ കള്ളത്തരത്തിൻ്റെ സത്യത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത്. നീ അത് വിറ്റിട്ട് ഈ 100 കൊണ്ട് നീ ദുനിയാവിൽ ഫ്ലാറ്റൊന്നും നീ മേടിക്കൂല, അല്ലെ? ആ സത്യം പറഞ്ഞിട്ട് നിനക്ക് 100 കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നീ ഫക്കീറായി പോവുകയില്ല. പിന്നെ എന്തിനാ മറച്ചു വെക്കുന്നത്? ഇതാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെ? നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾ നോക്കിക്കോ എന്തുണ്ട്. ഇനി ഇന്ന് നമുക്ക് അറിയുന്ന തകരാർ ഞാൻ നോക്കുമ്പോൾ ഒരു സെക്കൻഡിൽ നീ കൊടുക്കുന്നത് ഇന്നതിൻ്റെ അറിവിലുണ്ടോ? പറ്റിക്കരുത്. ഇയാളിത് പറഞ്ഞില്ലല്ലോ എന്ന രീതിയിലേക്ക് ആകരുത്. അവരെന്തും സ്വാതന്ത്ര്യം. നിങ്ങൾ അറബികളൊക്കെ ചില കച്ചവടങ്ങൾ കാണുന്നില്ലേ? അവർ 3 ദിവസം സമയം തരും ഇസ്ലാം നൽകുന്നത് പോലെ. ഈ 3 ദിവസത്തിനുള്ളിൽ എന്തുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തന്നോളി. നമ്മളങ്ങനെയല്ല, വാങ്ങിയാൽ പിന്നെ നീ അയക്കും, അല്ലെ? ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ കച്ചവടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കള്ളത്തരം ചെയ്തിട്ട്, കള്ളസത്യം ചെയ്തിട്ട് തൻ്റെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്ന ആളുകൾ, അത് നാട്ടിലത്തെ പിന്നെ നമ്മുടെ ലാൻഡാകാം, ബിൽഡിങ്ങുകളാകാം, എന്തുമാകാം, ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ. നല്ല നിസ്കാരക്കാരും നല്ല നോമ്പുകാരും നല്ല ഖുർആൻ ക്ലാസിന്റെ ആളുകളും ഒക്കെ, പക്ഷേ അവന്റെ ആ കച്ചവട ഫീൽഡിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാം മറന്നു പോകുന്നുണ്ട്. അല്ലാഹു തആല ഇത്തരം ഭയാനകമായ തെറ്റുകളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത് 3 അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞത്,
നശിച്ചു, നഷ്ടക്കാരായി. കാരണം വസ്ത്രം നിലത്ത് വലിച്ചിടക്കുന്നവൻ, നെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കുന്നവൻ, അതേപോലെ തന്നെ കൊടുത്തത് എടുത്തു പറയുന്നവൻ, അതേപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ കള്ളത്തരം ചെയ്തിട്ട് ആ നിലയിൽ തൻ്റെ ഉൽപ്പന്നങ്ങളെ വിറ്റൊഴിക്കുന്നവൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറ്റൊരു ഖുദ്സിയായ മറ്റൊരു ഹദീസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവിടുന്ന് പറയണം, അല്ലാഹ് പറയാണ്, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, അന ഖസ്മുഹും യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ഞാൻ അവരോട് തർക്കിക്കും. ഇതിന്റെ വിശദീകരണം വായിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു. അള്ളാന്റെ തർക്കം എന്നൊക്കെ പറയുമ്പോൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അള്ളയാ, ഒരു ഭാഗത്ത് നമ്മളാ, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ. അള്ളാഹു അവനോട് തർക്കിച്ചാൽ ഒരക്ഷരം അവന് ന്യായം പറയാൻ കഴിയാതെ പഠിച്ചവനെ അവിടെ ഇരുത്തിക്കും. ആരെന്നറിയോ? അള്ളാഹു പറയാണ്, അള്ളാഹു തർക്കിച്ച് തോൽപ്പിക്കുന്ന ഒന്നാമത്തെ വ്യക്തി, ഒരാൾ അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് പിന്നെ പറ്റിക്കുക, വാക്ക് കൊടുക്കുക. പലരും ചെയ്യുന്നതാണ്. അള്ളാന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് തരും, സത്യം ചെയ്തു, പിന്നെ കൊടുക്കണില്ല, ഞാനിവിടെ വരാം, വന്നില്ല, നീ വല്ലാഹി പറഞ്ഞിട്ടാ, നീ അള്ളാഹുവിനെയാണ് സാക്ഷിയാക്കിയത്, എന്നിട്ടാ നീ പറ്റിച്ചത്. എത്ര ആൾക്കാർ അങ്ങനെയുണ്ട് അല്ലേ? നിനക്കൊരാളെ സ്വീപ്പാക്കണമെങ്കിൽ പഠിച്ചവനെ പിടിക്കണ്ട, ഒരാളെ കളിപ്പിക്കണമെങ്കിൽ അള്ളാഹനെ വെക്കണ്ട. ഖുർആനിൽ വാക്കുണ്ട്, കരാർ നിങ്ങൾ പൂർത്തിയാക്കണം, ഏറ്റെടുത്തോ പൂർത്തിയാക്കണം. എന്നാൽ പറ്റാത്തതുണ്ടാകും, അതിനുശേഷം രോഗം വരും, ബുദ്ധിമുട്ടുകൾ വരും, അതവരെ അറിയിക്കണം അല്ലേ? അതല്ലാതെ ഇന്നൽ അഹ്ദ, തീർച്ചയായും ഈ കരാറുണ്ടല്ലോ, അതൊരു മസ്ഊലിയത്താണ്, അതൊരു ഉത്തരവാദിത്തമാണ്. ഇത് അള്ളാഹുവെ സാക്ഷിയാക്കിയിട്ട് നമ്മളത് ഏറ്റെടുത്തത്. അങ്ങനത്തെ ഒരു വ്യക്തിയുണ്ട്, സത്യം ചെയ്തിട്ട് അള്ളാഹിനെ കൊണ്ട് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ ഒഴിവാക്കുന്നത്. രണ്ടാമത്തെ ഒരാൾ ഒരു സ്വതന്ത്രനായ ഒരു മുസ്ലിമിനെ വിറ്റിട്ട് അതിന്റെ പ്രതിഫലം തിന്നുന്ന ആളുകൾ ചെയ്യലില്ല. ഇന്നത്തെ വിഷയത്തിൽ അടിമകളെ വിൽക്കുന്നത് പോലെ സ്വതന്ത്രനെ വിറ്റിട്ട് അത് ഉപയോഗിക്കുന്ന. മൂന്നാമത്തെ ഗൗരവം, ഒരാൾ കൂലിക്കൊരാളെ വിളിച്ചു ജോലി ചെയ്യിപ്പിക്കാൻ, ആ ജോലിയൊക്കെ അയാൾ ചെയ്തു, അവന്റെ കൂലി കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഉള്ള പണിയാണ്. നിസ്കാരം നോമ്പ് പറഞ്ഞതുപോലെ എല്ലാത്തിലും ഹൈറ, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ധാരാളം ദാനങ്ങൾ കൊടുക്കും, ഒരുപാട് സ്വതക്ക കൊടുക്കും, പാവങ്ങളൊക്കെ സഹായിക്കും, വീട്ടുവേലക്കാരൻ്റെ കൂലി കൊടുക്കൂല, ശമ്പളം കൊടുക്കൂല അല്ലേ? ഇതാ ചില ആളുകൾ വീട്ടിൽ ജോലി ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലം കൊടുക്കാത്ത ആളുകൾ. ചില മുതലാളിമാരൊക്കെ 4-5 ഷോപ്പുകൾ ഉണ്ടാകും, 10-500 സ്റ്റാഫ് ഉണ്ടാകും അല്ലേ? ആ 500 സ്റ്റാഫിൻ്റെയും 2-3-4 മാസത്തെ സാലറി പിടിച്ചു വെക്കുകയാണ്. എന്തിനാ പിടിച്ചു വെക്കുന്നത്? ഇവൻ വീടിന് മതിൽ കെട്ടാൻ വേണ്ടിയിട്ടാ, അപ്പുറം വേറെ ഷോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാ. ഇവരധ്വാനിച്ചതിൻ്റെ കൂലി കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും ഇന്നത്തെ കൂലി നാട്ടിൽ 1000 ഉറുപ്പ്യല്ലേ, ഒരു 100 റിയാലല്ലേ, ഇത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് എന്താ സംഭവിക്കുക? അതല്ല, വൈകുന്നേരം വരെ അയാൾ ആ ജോലി എടുക്കുമ്പോൾ അയാളെ കാത്തു നിൽക്കുന്ന കുടുംബവും കാര്യങ്ങളൊക്കെ എന്തോ ആകട്ടെ, ആ കൂലി മുൻകൂട്ടി പറഞ്ഞാൽ പിന്നെ അയാളെ കളിപ്പിക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു അല്ലേ? ഈ പുറംനാട്ടിൽ നിന്നൊക്കെ ജോലിക്ക് വരുന്ന ആളുകളോടൊക്കെ നാട്ടുകാർ കൂലി പറയുന്നതിനെക്കാട്ടും പകുതി താഴെ പറയുക ആദ്യം തന്നെ, എന്നിട്ടത് കഴിഞ്ഞാൽ വീണ്ടും കുറപ്പിക്കും. അടിക്കുന്നവർക്ക് കണ്ടിട്ടുണ്ട്, കൂലി ചോദിച്ചിട്ട് അല്ലേ? ജോലി ചെയ്ത കൂലി ചോദിക്കാൻ യാചകം വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇന്നും ചില പ്രവാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. നമ്മളാണ് ആ മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്നതെങ്കിൽ, നമ്മളാണ് പ്രിയപ്പെട്ടവരെ സാലറി കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ജോലി ചെയ്ത ഒരു വ്യക്തി, നമ്മൾ സാധാരണ പറയൂല വിയർപ്പ് വറ്റു മുമ്പ് എന്നൊക്കെ, ഹദീസിന്റെ ബലത്തിൽ ചില ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിലും ആ ആശയമുണ്ടല്ലോ അല്ലേ? ഒരു മനുഷ്യൻ ജോലി ചെയ്തിട്ട് അവ പോകുന്നതിന് മുമ്പ് ആ കൂലി കൊടുക്കണം. കൂലി കരുതിയിട്ടാണ് ജോലിക്കാരനെ വിളിക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ നല്ലവരുണ്ട്, വീട്ടുജോലി വീടുണ്ടാക്കുകയാണെങ്കിലും മറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും
ആ സാധനങ്ങൾ ഇറക്കുന്നതാകട്ടെ, ആ ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്നതാകട്ടെ, അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതൊക്കെ ഇറങ്ങാം. മറ്റവൻ അങ്ങനെയല്ല, ഒരു പിടിച്ചു വെക്കലാണ്. നിന്റെ ഹക്കല്ല കേട്ടോ അത്. അങ്ങനെ പിടിച്ചു വെച്ച് എത്രയോ മറന്നു പോയതുണ്ട്. അള്ളാഹു പുറത്തു തരട്ടെ. ഓർമ്മയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചു നൽകണം. നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോയ 3 ആളുകൾ, അതിൽ ഒരാൾ അവർ രക്ഷപ്പെടാൻ പരിപൂർണമായിട്ട് ആ പാറക്കല്ല് നീങ്ങുന്നതിൽ ഒരു ഭാഗമുണ്ട്. ഒരാൾ പറയുന്നുണ്ട് ജോലിക്കാളെ നിർത്തിയിട്ട് അയാൾ കൂലി വാങ്ങാതെ പോയി. പക്ഷെ ഈ മുതലാളി എന്താ ചെയ്തത്? ആ കൂലി കൊണ്ട് കച്ചവടം നടത്തി വലിയ സമ്പത്തായി. അത് മാറി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പണിക്കാരൻ തിരിച്ചു വന്നു. എന്നിട്ട് ഒരു കൂലി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് മുഴുവനും നിന്റെതാ, നിങ്ങളുടെ കളിയാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അല്ല, ആ കൂലി കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാ. നിങ്ങൾ നോക്കുക അയാളുടെ മനസ്സ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്, നിന്റെ കൂലി കിട്ടാൻ. അത് സത്യസന്ധമായ ഒരു അമലാണെങ്കിൽ ഈ പാറക്കല്ല് നീ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതങ്ങ് നീങ്ങിയിട്ട് രക്ഷപ്പെടുകയാണ്. അത്രയും മഹത്വമുള്ള ഒന്നാണ്. വലിയ ഭാഗ്യ പ്രിയപ്പെട്ടവര്. നമ്മുടെ കീഴിൽ കുറെ സ്റ്റാഫ് ഉണ്ടാകുക, ജോലിക്കാരുണ്ടാകുക, ആ നമ്മുടെ കാരണത്താൽ കുറെ ആളുകളൊക്കെ അവരുടെ കുടുംബത്തെ പോറ്റുക, അല്ലെ? ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഒരാളുടെയും ഒരു റിയാൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനത്തിലോ ജോലി ചെയ്തിട്ടോ നമ്മളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വർക്ക് നടത്തിയിട്ട് ഒരു റിയാൽ അയാൾക്ക് നൽകാതെ നമ്മൾ ഭക്ഷണം കഴിക്കരുത് കേട്ടോ. ഈ സ്വഭാവം നമ്മൾ അടിവരയിട്ടുകൊണ്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഗൾഫുകാർക്കൊക്കെ ചിലപ്പോൾ അത് ഉണ്ടെന്നാ വിചാരിക്കുന്നത്, അല്ലേ? ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉണ്ടെന്നാ വിചാരിക്കും. പക്ഷെ നമ്മുടെ നാടുകളിലുണ്ട്. കൂലി കൊടുക്കാതെ പിടിച്ചു വെച്ച് ഒന്നും ആക്കാൻ കഴിയും. അള്ളാഹ് തർക്കിക്കുന്ന 3 വിഭാഗത്തിലൊന്നും ഇതാണ്. ഒരു മനുഷ്യൻ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ആ ജോലി കഴിഞ്ഞിട്ട് ആ കൂലി കൊടുക്കാതിരിക്കുക. അല്ലാഹു തആല അങ്ങേയറ്റം തർക്കിക്കുന്ന ഒരാളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി പറയാ, സലാസ 3 വിഭാഗം ആളുകൾ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു അവരെ നോക്കൂല, അവരോട് സംസാരിക്കൂല. വലാ യുസക്കിഹിം, അവരെ പരിഗണിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അവരെ നോക്കുക പോലുമില്ല. അവർക്ക് വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ട്. അതിലൊന്ന് മലിക്കുൻ കദ്ദാബ്, കളവ് പറയുന്ന രാജാവ്. അതിനെ വിശദീകരിക്കുന്നുണ്ട്. കളവ് പറയുന്ന കേവലം ഒരു രാജാവല്ല, പണക്കാര്, നേതാക്കന്മാര്, സ്വാധീനമുള്ളവരൊക്കെ കളവ് പറയും. എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഒരു രാജാവിന് ഒരിക്കലും ഒരു കളവ് പറയേണ്ട സാഹചര്യം ഇല്ല. എല്ലാം അയാൾ കയ്യിലുണ്ട്, സമ്പത്തുണ്ട്, ഒക്കെ ഉണ്ട്, എന്നാലും പറയൂലേ? അല്ലേ? നമ്മൾ ഈ കൂലിക്കാരനെ വിളിച്ച് ഇന്ന് കയ്യിലൊന്നുമില്ല നാളെ വാ, വെറുതെ പറഞ്ഞത്. സാധാരണക്കാർ പറഞ്ഞത് കളവാണത്. കൂലി കയ്യിലുണ്ട്, അല്ലേ? ഇതേപോലെ തന്നെ കടം വാങ്ങിയ പൈസയാണ് ഡേറ്റിന് കൊടുക്കാൻ, പൈസ ഉണ്ട്, കയ്യിലുണ്ട്, എന്നാലും കൊടുക്കാൻ തോന്നുന്നില്ല, അല്ലേ? ഇതേപോലെ തന്നെ ദാനം സ്വതക്ക നൽകുന്നു പറഞ്ഞതാ, ആ വിഷയത്തെ ഞാൻ ഏറ്റതാണ്, മനസ്സറിഞ്ഞിട്ട് ഏറ്റതാണ്, എന്നാലും കീശന് കൊടുക്കാൻ മതി. ഇങ്ങനത്തെ ആളുകൾ കളവ് പറയേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല. ഇന്നില്ല നാളെ വാ, ഇന്നുണ്ട് കയ്യിൽ, നാളെ വന്നാലും ഇത് തന്നെയാണ്. ഇതാണ് കളവ് പറയുന്ന സാധാരണക്കാരും പറയുന്ന കളവിന് കുറ്റമുണ്ട്. അതല്ല വലിയൊരാള് കളവ് പറഞ്ഞു, മറ്റും ഗതിമുട്ടി പറഞ്ഞതാ, കയ്യിലില്ലാഞ്ഞിട്ട് പറഞ്ഞു പോയതാ, അതും കുറ്റം തന്നെയാ. ആ കുറ്റത്തിനേക്കാൾ ഇരട്ടിക്കിരട്ടി കുറ്റാണ് കഴിവുണ്ടായിട്ടും കളവ് പറയുന്ന ആളുകൾ. വെറുതെ, അല്ലേ? ഫോൺ ചെയ്തിട്ട് ഇല്ല എന്ന് പറയും, ബാപ്പ ഇല്ല എന്ന് പറയും, അല്ലേ? പെണ്ണുങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ഭർത്താവ് ഇല്ല എന്ന് പറയും. എന്തിനാണ്? എന്തോ കുടുങ്ങിയിട്ടാണെങ്കിൽ അതെങ്കിലും വിചാരിക്കാം. ആ ഓഫീസിൽ നിന്ന് വിളി വരുന്നത്, ഈ സമയത്ത് വിളി വരുന്നത് വെറുതെ വിളിക്കുകയാണ് എന്നെങ്കിലും വിചാരിക്കാം. ഇതങ്ങനെയൊന്നുമല്ല. വെറുതെ കളവ് പറഞ്ഞ് ശീലിക്കുന്ന ചിലർക്ക് അങ്ങനെയാ. കളവ് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത ആൾക്കാരുണ്ട്, അല്ലേ? രണ്ടാമത്തെ പറഞ്ഞത് ഷെയ്ഖുസാനി, കളവിയായിട്ടും വ്യഭിചാരം ചെയ്യുന്ന ആളുകൾ. വ്യഭിചാരം വമ്പിച്ച കുറ്റാണ്. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന കുറ്റമല്ല, വയസ്സായിട്ട് ചെയ്യുന്ന കുറ്റം. മക്കളും മക്കളുടെ മക്കളും ഒക്കെയായി അള്ളാഹിലേക്ക് യാത്ര പോകാൻ ഏകദേശം ആയിട്ടുണ്ട്, ശരീരം കൊണ്ട് പ്രകൃതം കൊണ്ടും ഒക്കെ. എന്നിട്ടും ഇത് നിർത്തുന്നില്ലെങ്കിലോ?
അതാ അത്ര ഗൗരവത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത്. ചെറുപ്പക്കാർക്ക് വൈകാരികതയെ പിടിച്ചു വെക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഈ തെറ്റിലേക്ക് എത്തിയതെന്ന് വിചാരിക്കുക. അതും തെറ്റാണ്, അതും അത്ര ഗൗരവമുള്ള കുറ്റാണ്. എന്നിട്ട് ഇതൊക്കെ സമയമായി പോകാൻ, എന്നിട്ടും നിർത്തിയില്ലെങ്കിലോ അല്ലേ? വല്യുപ്പയായിട്ടും അപ്പുറത്തായിട്ടും എല്ലാ അസുഖങ്ങളും ഉണ്ട്, എല്ലാ അടയാളങ്ങളും ഉണ്ട്, എല്ലാ രോഗങ്ങളും ഉണ്ട്. എന്നിട്ടും കണ്ടിട്ടില്ലേ നിങ്ങൾ? 60 വയസ്സ് 65 വയസ്സൊക്കെ ആയിട്ട് വീണ്ടും അല്ലേ ആ നിലക്ക് കുട്ടികളെപ്പോലും പീഡിപ്പിക്കുന്ന ആ നിലക്കുള്ള പ്രായമുള്ള ആൾക്കാരുണ്ട്. എത്ര ഗൗരവത്തിൽ റസൂൽ പറയുന്നില്ലേ? സാധാരണ വിഭജിക്കും പോലെയല്ല ഒരു അയൽവാസി വിഭജിക്കുന്നത്. കാരണം ആ അയൽവാസിയെ സ്വന്തം വീട് പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇവന്റെ കടമ. അവിടെയാണ് ഇത് ചെയ്തത് അല്ലെ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ആ നിലയിൽ ബുദ്ധിമുട്ടിക്കുന്നത് തെറ്റിന്റെ ഗൗരവത്തിന്റെ തോതാണ് നമ്മൾ എപ്പോഴും ചെയ്യണം. ഏത് സമയത്തും ശ്രദ്ധിക്കണം. കളവ് പറയുന്നത് കഴിവുണ്ടായിട്ടും കളവ് പറയുന്നതിന്റെ കുറ്റം വേറെയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വയസ്സായിട്ടും കളവനും കളവിയുമായിട്ടും വ്യഭിചാരത്തിലേക്ക് എത്തുക. മൂന്നാമത്തേത് പാവപ്പെട്ടവനാണ്, കിബറിനൊരു കുറവുമില്ല. അള്ളാഹു അങ്ങേയറ്റം ശിക്ഷ കൊടുക്കുന്ന ഒരു വ്യക്തിയാണത്. ഭയങ്കര കിബറാണ് അല്ലേ? പാവപ്പെട്ടവൻ, പണക്കാർക്കും കിബറ് പാടില്ല, പാവപ്പെട്ടവനും കിബറ് പാടില്ല, പാവപ്പെട്ടവന് തീരെ പാടില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ജോലിക്കും പോകുന്നില്ല, വീട്ടിലിങ്ങനെ കടാക്കി നിൽക്കുകയാണ്. ആ ജോലി അത് ഓട്ടോറിക്ഷ ഓടിക്കില്ല, നമ്മുടെ തറവാടിന് പറ്റൂല. ഈ ജോലി എൻ്റെ സ്റ്റാറ്റസിന് പറ്റൂല. ഇങ്ങനെ 2 കൊല്ലം ജോലിക്ക് പോകാതിരിക്കുന്നു. എല്ലാ കുടുംബത്തെ പട്ടിണിയാക്കാണ് എന്നിട്ട് അല്ലേ? നാട്ടിൽ മൊത്തം കടാക്കി വെച്ചേക്കാണ് എന്നിട്ട്. അതാണ് ഈ കിബർ. എത്രയോ ആൾക്കാർക്കുണ്ട്, നമ്മുടെ അനുഭവങ്ങളിൽ ഉണ്ടാകും, കൂടെ ജോലി ചെയ്യുന്നവരിലുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഒരു ജോലി ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കും, അതിൽ മടിയുണ്ടാകാൻ പാടില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരോടും പറയലുണ്ട് കേട്ടോ, നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇറക്കുന്നവരെക്കാൾ എന്താണ് ഒരു 10 റിയാലിന്റെ അത്തറ വിൽക്കുന്നതെങ്കിൽ അവനെ ഇറക്കണില്ലല്ലോ, അവർ വിൽക്കണില്ല. നിങ്ങൾ കാണുന്നില്ലേ ഈ തണുപ്പ് സമയത്ത്? നിങ്ങൾ ഒരുപാട് കാണും ഈ ജംഗ്ഷനുകളിലൊക്കെ ഒരു 2 ഫ്ലാസ്കുകൾ, ഒരു ഫ്ലാസ്കിൽ കട്ടൻ ചായ, ഒരു ഫ്ലാസ്കിൽ കഹുവയായിട്ട് വിൽക്കുന്ന പാവങ്ങളുണ്ട്. ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് ചിലപ്പോൾ യുദ്ധപ്പഴായിരിക്കും വിൽക്കുന്നത്. AP അബ്ദുൽ ഖാദർ മൗലവി പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുതപ്പ് കച്ചവടക്കാരൻ വന്നപ്പോൾ അദ്ദേഹം ഒരു പുതപ്പ് വാങ്ങി. ഭാര്യ ചോദിക്കുന്നു, ഇവിടെ ഇഷ്ടംപോലെ പുതപ്പുണ്ടല്ലോ, പിന്നെന്തിനാ വാങ്ങി? ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, ഇത് അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിയതാണ്. ചിലതൊക്കെ അങ്ങനെയാണ്, ചിലത് നമ്മൾക്ക് വേണ്ടിയിട്ടല്ല. ആ മനുഷ്യൻ കണ്ടില്ല, ആ ഒരു ഉമ്മ, ആ ഒരു കുടുംബം പൊരി വെയിലത്തും ആളുകളോട് ഇറക്കാനല്ല അവർക്ക് ഇഷ്ടമുള്ളത്. അവിടെ പിന്നെ ശരീരത്തിന് അള്ളാഹു കൊടുത്ത പരീക്ഷണമുണ്ട്, അംഗവൈകല്യമുണ്ട്. എന്നിട്ടും അവർ ജീവിക്കുന്നത് കച്ചവടം ചെയ്തിട്ടൊക്കെ അവരെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ആളുകൾ നമ്മൾ സഹായിക്കും. ഒപ്പം നമ്മൾ ചിന്തിക്കുക, ഇത്തരം ദാരിദ്ര്യം നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും വലിയൊരാളാന്ന് കരുതിയിട്ട് അത് പറ്റില്ല ഇത് പറ്റില്ല എന്നതല്ല. നിന്റെ ഒരു നിലവാരം നിനക്കൊന്നറിയണ്ടേ, അതിനനുസരിച്ച് കളിച്ചാൽ മതി. ആ കിബറിൽ ഒന്നുമില്ല എന്നാലും വലിയ വീട് വേണം, വലിയ രീതിയിലുള്ള കല്യാണം എൻ്റെ വീട്ടിലും വേണം, എന്നിട്ട് കടാക്കുക. ആ കടം വീട്ടോ ഇല്ല. ആ കടം വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കളവും ഈ വാക്ക് മാറ്റലും എല്ലാം 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 വരുന്നത്. അവൻ ചെയ്തത് അവൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാ, നിന്റെ അടുത്തില്ല. അള്ളാഹു തന്ന പരീക്ഷണമല്ലേ, നീ അത് ഉണ്ടാക്കിയെടുക്കുക, നേടിയെടുക്കുക. അല്ലാതെ പ്രയാസമുള്ള ഒരു വ്യക്തിയും ഇതേപോലെ കിബർ നടിച്ചിട്ട് പിന്നെയും പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച കുറ്റമാണതിന്. അള്ളാഹു അവരെയും നോക്കില്ല, അള്ളാഹു അവരെയും പരിഗണിക്കൂല. വേദനയേറിയ ശിക്ഷയാണ് ദരിദ്രന്റെ കിബർ. കിബർ ആർക്കും പാടില്ല കേട്ടോ. പക്ഷെ ഒരിക്കലും നമ്മുടെയൊക്കെ അവസ്ഥ നമ്മൾ കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അല്ലാഹു തആല അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന ഇത്തരം തെറ്റുകളിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിപ്പിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.